നമ്മുടെ നാട്ടിൽ പ്രായം തികയാത്ത അമ്മമാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. കഴിഞ്ഞ ഒരു വർഷം മാത്രം 12,939 പേരുടെ കണക്കാണ് സർക്കാർ പുറത്തുവിട്ടത്. 15 വയസ്സിൽ താഴെയുള്ള 7 പെൺകുട്ടികളും അമ്മമാരായി. ആരോഗ്യ കേരളം ലജ്ജിച്ച് തലകുനിക്കണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ പ്രസവങ്ങൾ മലയാളി സമൂഹത്തിന് കടുത്ത നാണക്കേടാണ്. മലപ്പുറം ജില്ലയിലാണ് ഇത്തരം പ്രസവങ്ങൾ ഏറെയും നടന്നിട്ടുള്ളത്. 2021 ഇങ്ങനെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ 15,501 പ്രസവങ്ങൾ നടന്നു. എക്കാലത്തും കൊട്ടിഘോഷിക്കപ്പെട്ടിരുന്ന കേരളത്തിൻ്റെ ആരോഗ്യ നിലവാരത്തെ ഏറ്റവുമധികം പിന്നോട്ടടിക്കുന്ന പ്രവണതയുടെ സ്ഥിതിവിവര കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വകുപ്പാണ്. അത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പ്. പ്രായപൂർത്തിയാവാത്ത അമ്മമാരുടെ ജാതി തിരിച്ചുള്ള കണക്കും സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത് മുസ്ലിം വിഭാഗത്തിലാണ്. 7,412 കുഞ്ഞുങ്ങൾക്കാണ് പ്രായപൂർത്തിയാകാത്ത അമ്മമാർ ജന്മം നൽകിയത്. ഹിന്ദുമതത്തിൽ 4,465 ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 417 കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് 641 കുട്ടികളും ജനിച്ചിട്ടുണ്ട്. 4 കുഞ്ഞുങ്ങളുടെ മതം രേഖപ്പെടുത്തിയിട്ടില്ല. 15 വയസ്സിൽ താഴെയുള്ള 7 പെൺകുട്ടികളിൽ അമ്മമാരായിട്ടുണ്ടെന്നുള്ള അതീവ ഗുരുതരമായ കണക്കും മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരിൽ 5 പേർ ഹിന്ദു വിഭാഗത്തിൽ നിന്നാണ്. ഓരോന്ന് വീതം മുസ്ലിമും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും പെട്ടവരുമാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരവും ആരോഗ്യവും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഉന്നത നിലവാരം പുലർത്തുമ്പോഴാണ് അത്യന്തം സ്ഫോടനാത്മകമായ കണക്കുകൾ പുറത്തു വരുന്നത്. ഇങ്ങനെ പ്രസവിക്കുന്ന അമ്മമാരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങി ദൈനംദിന ജീവിതത്തെയാകെ ഇത് ബാധിക്കുമെന്നാണ് യുനിസെഫ് നൽകുന്ന മുന്നറിയിപ്പ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാകുന്നത്? ഇക്കാര്യത്തിൽ ബോധവൽക്കരണം അത്യാവശ്യമാണ്. ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാവുകയുള്ളൂ. ശിശുക്ഷേമ വകുപ്പിൻ്റെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഴയ കാലമല്ല. ശാസ്ത്ര സാങ്കേതിക രംഗവും നാൾക്ക് നാൾ വികസിച്ചു വരികയാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങളാണ് ഓരോ മനുഷ്യനെയും നിയന്ത്രിക്കുന്നത്. നിത്യജീവിതത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്താണ്. ഈ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും വലിയ ചതിക്കുഴിയും. നന്നാവാനും അത് മതി, നശിക്കാനും അത് മതി. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട് ചതിക്കുഴിയിൽപ്പെടുന്ന അനേകം യുവതി യുവാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ബോധവൽക്കരണമാണ് ഇതിനൊരു പ്രതിവിധി.